ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വഴുതനങ്ങയാണ്. വെളുത്തുള്ളിയും സവാളയും ഒന്നും കാണത്തില്ല ഇതില്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു ഡിന്നർ വെജാണ്. അപ്പൊ ഇത് വഴുതനങ്ങയാണ്. ഇത് ഞാൻ എങ്ങനെ മുറിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് വഴുതനങ്ങയുടെ സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിത് ഒരേ വലുപ്പത്തില് ഇങ്ങനെ മുറിക്കണം. ഇത് ഇങ്ങനെ മുറിക്കണം. വഴുതനങ്ങ അകത്ത് ഇത് എന്തോ പറഞ്ഞ ഇതിനകത്ത് ഇതുണ്ടല്ലോ, അഴുക്കൊക്കെ കാണുമല്ലോ. അപ്പം അതൊന്നും ഇല്ലേന്ന് നോക്കണം. ഒരു കുഴപ്പം ഇല്ലെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനകത്ത് ഇത് കാണും, കീട എന്ന് പറയുന്നത്, അത് എന്തോ പറയുന്നത്, പുഴു ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് എടുക്കണം. വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഞാൻ മുറിച്ചെടുത്തു. ഇത് മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് എണ്ണ ഒഴിക്കും. ഒരു ശകല എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കുറേശ്ശെ, അധികം വേണ്ട, ഞാനിപ്പോ ഇങ്ങനെ അങ്ങ് ഒഴിച്ചെന്നേ ഉള്ളൂ. ഇത് ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഇതിലോട്ട് ഇത് ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടിയാണ്. അപ്പം ഉപ്പ് വിതറും നമ്മൾ ഇതിലോട്ട് ശകലിച്ച്. ഉപ്പിങ്ങനെ എല്ലാത്തേലും ഇങ്ങനെ വിതറി കൊടുക്കണം. ഉപ്പ് വിതറിയിട്ട് ഇതിങ്ങനെ ഇത് മാഗ്നേറ്റ് ചെയ്ത് കുറച്ചു നേരം നമുക്ക് വെക്കാം. പിന്നെ ഇനി മഞ്ഞപ്പൊടി ഇടുകയാണ്. ഇത് നമ്മൾ പേസ്റ്റ് ആക്കിയും പുരട്ടാം, അല്ലെങ്കിൽ എണ്ണയിൽ ശകലം വെള്ളം കൂടി ചേർത്ത് പേസ്റ്റ് ആക്കാം. ഞാനിതിപ്പോ ഇങ്ങനെ ചെയ്യുവാണ്. ഇത് എളുപ്പമാണ്. ഇതിനും കുഴപ്പമില്ല, ടേസ്റ്റ് രണ്ടിന്റെ ഒന്ന് തന്നെയാണ്. അപ്പം എങ്ങനെ വേണേലും ഉണ്ടാക്കാം. ഇതൊരു ഡിന്നറാണ്. നമ്മള് വെളുത്തുള്ളി വേണ്ട, സവാള വേണ്ട, ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിന്നറാണ്. ചപ്പാത്തിയുടെ കൂടെ ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പം ചപ്പാത്തി കഴിക്കുമ്പം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഈ വഴുതനങ്ങ ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ്. പിന്നെ വേറൊന്നുള്ളത്, ഇതിന്റെ വേറൊരു നീളമുള്ള വഴുതനങ്ങയുണ്ട്. അതുണ്ടാക്കുന്നതും ഞാനൊരു പ്രാവശ്യം കാണിച്ചു തരാം. അതും നല്ലതാണ്. അത് വേറൊരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്നു. അതും നമുക്ക് പെട്ടെന്ന് നാട്ടിലൊക്കെ കിട്ടുന്നതാണ്. നമ്മുടെ അവിടെയൊക്കെ കിട്ടുന്ന വഴുതനങ്ങ, അതിന്റെ ഞാൻ കാണിച്ചു തരാം. അതും പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുണ്ട്. അപ്പം അതും നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കുമ്പോൾ ചോറൊക്കെ ഉണ്ണാനൊക്കെ നല്ല ഇതായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാനിത് എന്ത് ചെയ്യുക, ഇത് മറിച്ച് വെക്കുവാണ്. ഇത് മറിച്ച് വെക്കുമ്പോൾ ഒരെണ്ണത്തിന്റെ പുറത്തോട്ട് മറ്റത് വെച്ച് ഇതേ ഓരോന്നിന്റെയും പുറത്തോട്ട് ഇങ്ങനെ വെച്ചു. അപ്പം ഇത് സിംഗിൾ ആയതുകൊണ്ട് ഇതിനെ നമുക്കിപ്പം മാറ്റി വെക്കാം. ഇനി ഇതിന്റെ പുറത്തോട്ട് നമ്മളിങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൽ എണ്ണ പുരട്ടി പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ചെയ്യാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. മഞ്ഞപ്പൊടി ഇങ്ങനെ ആവശ്യത്തിന് കളർ വരാനായിട്ട് ഇതിങ്ങനെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇങ്ങനെ മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് എരിവുള്ള മുളകാണ്. അപ്പൊ ഇത് പിന്നെ ഞാൻ അതിന്റെ പുറത്തോട്ട് വെച്ചിട്ട് ഇതിനിയും അപ്പൊ അടിയിൽ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അപ്പൊ അത് നമുക്ക് ഇതും കൂടെ ഒന്ന് മറിച്ച് വെക്കാം. ഇതിലും കൂടെ എണ്ണ ഒഴിച്ച് പുരട്ടിയിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് പിന്നെ ഇത് ഞാനെല്ലാം കൂടെ ഉപ്പിട്ടു, മഞ്ഞപ്പൊടി ഇതിങ്ങനെ കൊടുത്തു. എണ്ണ ഞാൻ ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും പുരട്ടി കൊടുത്ത്. എണ്ണ 1.5 സ്പൂൺ എണ്ണയുടെ ആവശ്യമുള്ളൂ. പിന്നെ വേണമെങ്കിൽ നല്ലപോലെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു ചെറുതായിട്ട് ചെയ്താൽ മതി. ഇത് ഞാനിങ്ങനെ വെച്ചു കൊടുത്തു. ഇതിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു. ഇതും കൂടെ ഇതിങ്ങനെ വെച്ചു കൊടുത്തു. അപ്പം
ഇത് ഗ്യാസ് ഞാനിപ്പം എണ്ണ ഒരു ശകലം ഇതിന്റെ സൈഡിൽ കൂടിയൊക്കെ വരുന്നതൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കും. അപ്പൊ ഞാൻ ഇത് വെച്ചു ഇവിടെ. അടച്ചൊന്നും വെക്കണ്ട, ഇങ്ങനെ തന്നെ നമ്മള് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് കുറച്ച് വെക്കാം. ഇതൊരു 10 മിനിറ്റ് ആയേ. ഞാനിത് മറിച്ചിടുകയാണ്. മറിച്ചിട്ടിട്ട് ഇത് കണ്ടോ, ഇതില് എണ്ണയൊന്നും കാണുന്നില്ലല്ലോ, പക്ഷെ ലാസ്റ്റിൽ നോക്കുമ്പോൾ നമുക്ക് ഇതില് എണ്ണയും കാണാം. അപ്പൊ ഞാൻ ഇത് മറിച്ചിട്ടിട്ട് ഒരു ശകല എണ്ണയും കൂടെ, ഒരു സ്പൂൺ എണ്ണ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അധികം വേണ്ട, ഒരു ശകലിച്ച മതി. പിന്നെ ഞാൻ ഉപ്പ് ഇട്ടതും മഞ്ഞപ്പൊടി ഇട്ടതും ഒക്കെ വളരെ കുറച്ച് ഓരോ നുള്ളു വെച്ച് ഇട്ടത്. അപ്പൊ അതിന് പ്രത്യേകിച്ച് അളവെന്തുവാ പറയുന്നത്, നമുക്കറിയാവല്ലോ ഒരു കറിക്ക് എന്തോരം ഉപ്പ് വേണമെന്ന്. ഓരോ പീസിന് എന്തോരം ഒന്ന് തൂവി കൊടുത്താൽ മാത്രം മതി ഉപ്പും മുളക് പൊടിയും ഒക്കെ. അപ്പം എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് ഇച്ചിരി മുളക് പൊടി നല്ലപോലെ ഇടണം. ഇത് ഓൾമോസ്റ്റ് എരിവൊക്കെ ആകും ഇങ്ങനെ വെക്കുമ്പോ. ഇനി ഇതിങ്ങനെ ചരിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് ഇത് കണ്ടോ, ഒരു സൈഡ് ഇത് കണ്ടോ വെന്ത് വന്നു. ഇങ്ങനെ വെക്കുമ്പോ, ഇങ്ങനെ ചെയ്യുമ്പോ വെന്ത് വന്നു. ഇതുണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോ നല്ലപോലെ വെന്ത് വന്നു. ഒരു സൈഡ്, മറു സൈഡും കൂടെ വെന്തിട്ട് നല്ല ടേസ്റ്റ് ആണ്. ഇത് പറഞ്ഞാലൊന്നും അറിയാൻ പറ്റത്തില്ല, നമ്മൾ ഉണ്ടാക്കി കഴിച്ചു കഴിയുമ്പോൾ നമുക്കതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ ചോറിന്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് ഓക്കെ. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത്. ഇത് പതുക്കെ വെന്ത് വരികയാണ്. അപ്പം ഇതിങ്ങനെ ഞാനിത് മറിച്ചിടുകയാണ്. ഇത് മറിച്ചിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇത് റെഡി ആയി കഴിഞ്ഞു. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് നേരത്തേന് 10-15 മിനിറ്റ് കൊണ്ട് റെഡി ആവുന്നതാണ്. ഇത് നമ്മളുടെ പെട്ടെന്ന് ആയിക്കൊള്ളും. ഇത് ഏറ്റവും ഇതായോണ്ട് ഇതുണ്ട്. ഇത് നല്ലപോലെ ആയി, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ചപ്പാത്തി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം, അപ്പൊ അറിയാം. ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി കാണിച്ചു തരാവേ. ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കി കാണിച്ചു തരാവേ. ചപ്പാത്തി എങ്ങനെയാ ഇവിടേക്ക് ഉണ്ടാക്കുന്നതെന്ന്. ഇത് ഞാൻ ലോ ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മള് തവയിലോട്ടിട്ട് എണ്ണയൊന്നും പരത്തണ്ട. എന്റെ തവ ഇച്ചിരി ഓയിലിയാണ്. എന്താന്ന് വെച്ചാൽ ഇത് കുട്ടികള് നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്നതാണ്, ബ്രെഡ് ടോസ്റ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ അതിലോട്ട് തുടച്ചില്ല, നെയ്യായോണ്ട്. അപ്പം അത് ലോ ഫ്ലെയിമിൽ വെച്ച് ഫസ്റ്റ് ടൈം നമ്മള് വെക്കുന്നത്. പിന്നെ ഇതില് ഇങ്ങനെ നല്ല ചൂടായി കഴിയുമ്പോൾ ബബിള് പോലെ വരും. ബബിള് പോലെ വരുമ്പോ നമുക്കത് മറിച്ചിടണം. ഇത് മറിച്ചിട്ടു ഇനി ഞാൻ ഹൈ ഫ്ലെയിമിൽ ഗ്യാസ് വെക്കുവാണ്. ഹൈയിൽ വെച്ചിട്ട് 2 സെക്കൻഡ് റൊട്ടി നമുക്ക്. ഞാനിത് ഇവിടെ തന്നെയാണ് ഞാൻ വെച്ചുണ്ടാക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ ഞാൻ ഇത് നല്ല വൃത്തിക്ക് വെക്കുന്നതാണ്. ഇവിടെ തുടച്ച് വൃത്തിയാക്കി എല്ലാം വെക്കുന്ന. അപ്പൊ നല്ല വൃത്തിക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. ഇത് ഇങ്ങനെ എടുത്ത് നമ്മൾ ആദ്യം ഇട്ട സൈഡ് നമ്മൾ ഇടും, മറിച്ചിട്ട സൈഡല്ല, ആദ്യം ഇട്ട സൈഡിലെ ഇതിലോട്ട്. അപ്പൊ ആ സൈഡ് ഇങ്ങനെ ഇട്ട് പിന്നെ മറിച്ചിട്ടിട്ട് ഇങ്ങനെ ഗ്യാസിലിട്ട് മറിച്ചിട്ട് ഇങ്ങനെ എടുത്തു. ഇതാണ് പരത്തിയത്. ഇതിലിട്ടു ഞാൻ. അധിക സമയം വേണ്ട ഇങ്ങനെ ഉണ്ടാക്കാന്. നമ്മള് ചിലര് ഞാൻ കണ്ടിട്ടുണ്ട് നാട്ടിലൊക്കെ തവയില് ഇങ്ങനെ ഇട്ട് തുണി കൊണ്ട് ഒപ്പി എടുക്കുന്നതും, പിന്നെ അല്ലെങ്കിൽ നെയ്യ് പുരട്ടി തിരിച്ചു മറിച്ചിട്ട് ഉണ്ടാക്കുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് എളുപ്പമാണ് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് കൊമളച്ചു വരും കേട്ടോ. ഇങ്ങനെ നമ്മള് ഇതിൽ ഗ്യാസിലിട്ടുണ്ടാക്കുമ്പോ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഈ രീതികളൊന്നും എല്ലാവർക്കും ഒന്നും അറിയാമെന്ന് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു 2 സെക്കൻഡ് ആയി. അപ്പൊ നമ്മളുടെ വഴുതനങ്ങ, ഇതിനിവിടെ പറയുന്ന സിണ്ടി വഴുതനങ്ങ എന്നാ പറയുന്നത്. സിണ്ടി ഫ്രൈ എന്നാ പറയുന്നത്. അപ്പം ഇതുപോലെ ചപ്പാത്തി കഴിക്കാൻ നല്ല ടേസ്റ്റായി. ഇത് നമ്മളുടെ ചപ്പാത്തി മറിച്ചിട്ടു ഞാൻ.
അപ്പത്തേന് ഇത് പറഞ്ഞ് നമ്മൾ അടുത്ത ചപ്പാത്തിക്കുള്ളത് പരത്തി കഴിഞ്ഞു. ഇനി ഗ്യാസ് കൂട്ടി വെച്ചു ഞാന്. ഇവിടെ നമ്മളുടെ വഴുതനങ്ങ റെഡിയായി. അപ്പം ഇത് നല്ല ബ്രൗൺ കളറില് ഇത് കണ്ട ഇതിങ്ങനെ വന്നിട്ടുണ്ട്. ഞാനിതിങ്ങനെ എടുത്തു. ഒന്നുകൂടെ നല്ല നല്ല മുറിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ഇതിങ്ങനെ ഞാൻ എടുത്തു മാറ്റി. ഇവിടെ നമ്മളുടെ ചപ്പാത്തി റെഡിയായി. അപ്പം നമ്മളുടെ ചപ്പാത്തി ഇങ്ങനെ എടുത്ത് ഞാൻ ഇട്ട് ആദ്യം ഇട്ട സൈഡ് നമ്മൾ ഗ്യാസിലോട്ട് ഇടും. ഇട്ട് കഴിഞ്ഞത് നല്ല ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടു. അപ്പം നമ്മൾ തുറക്കും. ഇതിന്റെ രണ്ട് സൈഡ് മാറി വരും. നമുക്ക് ചപ്പാത്തി അങ്ങനെ കിട്ടും. റൊട്ടി ഉണ്ടാക്കുന്നത് ഇത് കണ്ടോ, കൊമളച്ച് വന്നതുണ്ട് റൊട്ടി. ഇങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് എണ്ണയൊന്നും അധികം വേണ്ട ഇതിന്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഫുള്ളില് ഗ്യാസ് വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമില്. ഇങ്ങനെ നെയ്യ് പുരട്ടി കൊടുക്കും. ഇങ്ങനെ നെയ്യ് പുരട്ടി കഴിയുമ്പോൾ നമ്മളുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇങ്ങനെ ഇത് നമ്മളുടെ സിമ്പിൾസാ വഴുതനങ്ങ സിണ്ടി ചപ്പാത്തിയുടെ കൂടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യാത്തവർ സബ് ചെയ്യണം, കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.